സുദീർഘമായ ഒരു സന്ദേശത്തേക്കാൾ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നല്ല ചില ചിന്തകൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിനും നിങ്ങൾക്ക് സമയനഷ്ടമാകാതിരിക്കാനും സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ആരംഭിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആഗ്രഹത്തോടെ കാത്തിരിക്കാമെങ്കിൽ സുലഭമായ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ കണ്ട് ആസ്വദിപ്പാൻ നമുക്ക് കഴിയുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഒരു ഗ്രാമത്തെ അഭിസംബോധന ചെയ്യുന്നത് രണ്ട് സഹോദരിമാരുടെ പേരിലാണ്, മാർത്തയും അവളുടെ സഹോദരി മറിയയും. നമ്മുടെ പേരിലും അങ്ങനെയൊക്കെ സംഭവിക്കുമോ? സംഭവിക്കട്ടെ. അതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഈ സഹോദരിമാരുടെ പേരിൽ ആ പട്ടണം, ആ ഗ്രാമം അറിയപ്പെടുമ്പോഴും അവിടെ ലാസറിന്റെ പേര് അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഒരുത്തൻ എന്ന പേരിലാണ്. പറയത്തക്ക അഡ്രസ് ഇല്ലാത്ത, അഭിസംബോധന ചെയ്യാൻ പദവികളില്ലാത്ത ഒരുത്തനായി മാത്രം ലാസറിനെ ഇവിടെ ചിത്രീകരിക്കുമ്പോൾ എത്ര കഴിവില്ലാത്തവനാണെങ്കിലും, പേരുകൊണ്ടോ പദവി കൊണ്ടോ പ്രശസ്തി കൊണ്ടോ അറിയപ്പെടാത്തവരാണെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചരിത്രമായി മാറുമെന്ന് ഈ സമയം നിങ്ങൾ ഓർക്കണം. ദീനമായി കിടക്കുന്ന ലാസറിലേക്ക് എത്താൻ രണ്ട് സഹോദരിമാരുടെ പേര് വേണ്ടി വന്നു. അവരിലൂടെ അറിയപ്പെടുന്ന ഗ്രാമത്തിന്റെ പേര് ആവശ്യം വന്നു. ആ ഗ്രാമത്തിൽ കിടക്കുന്ന ഒരുത്തനായ ലാസർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരാലും അറിയപ്പെടാത്തവരാണ് നിങ്ങളെങ്കിലും, ആർക്കും വേണ്ടാത്തവരാണ് നിങ്ങളെങ്കിലും, ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ അസാധാരണമായ ചില ദൈവപ്രവൃത്തികൾ നടന്നിരിക്കും എന്നത് വാസ്തവമാണ്. ആർക്ക് ദീനം വന്ന് കിടക്കുന്നത്? ഒറ്റപ്പെട്ട് കിടക്കുന്നവന്, മാറിക്കിടക്കുന്നവന്, ആരാരും അറിയപ്പെടാത്ത ഒരുത്തന് ദീനം വന്നുവെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം പ്രാപിക്കുന്നവർ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ കഷ്ടത വരുന്നവർക്ക് നിരന്തരം കഷ്ടത, നിരന്തരം വേദനകൾ. ഇതിന് ഉത്തരം ലഭിക്കുന്നത് ഇവിടെയല്ല. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക്. കണ്ടോ, ആ ഗ്രാമം ഇന്ന് അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? ലാസറിന്റെ പേരിലാണ്. ഒരിക്കൽ ആരാലും അറിയപ്പെടാത്തവനായി ഒരുത്തൻ എന്ന പേരിൽ മുദ്രകുത്തി വെച്ച ലാസറിന്റെ ജീവിതം ഒരു പട്ടണത്തെ, ഒരു ഗ്രാമത്തിന്റെ മുൻപിൽ എഴുതി ചേർക്കത്തക്ക രീതിയിലേക്ക് ഒരു ദൈവപ്രവൃത്തി അവന്റെ ലൈഫിൽ വെളിപ്പെട്ടപ്പോൾ അവൻ ചരിത്രമായി മാറിയത് കണ്ടോ? നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടുകൂടിയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾക്ക് മാറ്റം സംഭവിക്കട്ടെ. നിങ്ങളുടെ ജീവിത നിലവാരത്തെയും സാഹചര്യങ്ങളെയും മാറ്റുന്ന ഒരു അധികാരം, ഒരു അഭിഷേകം നിങ്ങളുടെ പേരുകളിൽ വെളിപ്പെട്ട് തുടങ്ങട്ടെ. ഒരിക്കൽ സഹോദരിമാരുടെ പേരിൽ അറിയപ്പെട്ട പട്ടണത്തെ ലാസറിന്റെ പേരിൽ മാറാൻ കാരണമായി തീർന്നത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് ലഭിക്കുന്നത് 11-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ മാർത്തയോട് യേശു പറയുന്ന മറുപടിയാണ്: വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. മരിച്ച് മൺമറയത്തക്ക രീതിയിൽ കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ട് നിർജീവമായിരിക്കുന്ന ശരീരത്തിന്മേൽ ഒരു ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയപ്പോൾ ചരിത്രത്തെ മാറ്റുന്ന അനുഭവത്തിലേക്ക് അവന്റെ ജീവിതം മാറിയെങ്കിൽ, എല്ലാവരാലും മാറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് പേര് പറയാൻ കഴിയാതെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ വഴികളിൽ കിടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പോലും ഒരു ഉറപ്പ് ഞാൻ പറയുന്നു: ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങിയാൽ നിങ്ങൾ ഒരു അത്ഭുതമായി മാറും. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങിയാൽ നിങ്ങളുടെ പേരുകൾ മാറും. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങിയാൽ നിങ്ങൾ ചരിത്രമായി മാറും. ആർക്കും തടുക്കാൻ പറ്റാത്ത ആത്മീക അനുഭവങ്ങളെ പുറപ്പെടുവിക്കുന്ന അന്തരീക്ഷം നിങ്ങളിലേക്ക് പടർന്നു കയറാൻ മഹത്വം നിങ്ങളുടെ മേൽ ഇറങ്ങണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ചില പട്ടണങ്ങൾ നിങ്ങളുടെ പേരിൽ അറിയപ്പെടട്ടെ, ചില ഗ്രാമങ്ങൾ നിങ്ങളുടെ പേരിൽ അറിയപ്പെടട്ടെ. കഴിവില്ലാത്തവനെന്ന്, കഴിവില്ലാത്തവളെന്ന് നിങ്ങളെ മുദ്രകുത്തി മാറ്റിവെച്ചിരിക്കുന്ന ചില മേഖലകളിൽ ഒരു അസാധാരണ ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടാൻ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ പേരിനെ അവൻ ഉയർത്തും. നിങ്ങളുടെ പേരുകൾ ഒരു അത്ഭുതമായി മാറട്ടെ. നിന്ദിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാനിച്ചുയർത്തുന്ന ദൈവിക കരങ്ങൾ നിങ്ങളുടെ പേരിന്റെ മേലും വെളിപ്പെട്ടു വരട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.